നമസ്കാരം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച നിർണായകമായ ഒരു പ്രതിരോധ കരാറിനെക്കുറിച്ചും അതിന്റെ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ മുൻപ് ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച അത്യാധുനിക മെറൈൻ ഹെലികോപ്റ്ററിന്റെ സവിശേഷതകളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച ആ പ്രതിരോധ കരാർ സോസ എഗ്രിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. സോസ എന്നാൽ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് എന്നാണ്. അതായത് അടിയന്തരമായ യുദ്ധ സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വസ്തുക്കളും സേവനവും കൈമാറും എന്ന് ഉറപ്പ് നൽകുന്നതാണ് ഈ കരാർ. ഇതുവഴി യുദ്ധ സാഹചര്യങ്ങളിൽ സാധാരണ ഉണ്ടാകാറുള്ള സപ്ലൈ ചെയിൻ ഷോർട്ടേജ് പരിഹരിക്കാനാകും. അമേരിക്കയുമായി സോസ കരാർ ഒപ്പുവയ്ക്കുന്ന 18ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓസ്ട്രേലിയ, കാനഡ, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ, ലാറ്റ്വിയ, ലിത്വേനിയ, നെതർലാൻഡ്സ്, നോർവേ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, സ്പെയിൻ, സ്വീഡൻ, യുണൈറ്റഡ് കിങ്ഡം എന്നിവയാണ് ഈ കരാർ അമേരിക്കയുമായി ഒപ്പുവെച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ. നമ്മുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായിട്ടാണ് ഈ കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യ ചൈന ബന്ധം നാൾക്കുനാൾ വഷളാവുന്ന സാഹചര്യം തന്നെയാണ് ഇങ്ങനെ ഒരു കരാറിന്റെ കാലിക പ്രസക്തിയും. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് 52 മില്യൺ US$ ആയുധങ്ങൾ ഇന്ത്യക്ക് കൈമാറാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി അംഗീകാരം നൽകി എന്നുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആന്റി സബ്മറൈൻ സോണോബോയ്സും അതുപോലെ തന്നെ MH-60R ഹെലികോപ്റ്ററുകളും. ഇവയ്ക്ക് ചൈനീസ് അന്തർവാഹിനികളെ പ്രതിരോധിക്കുന്നതിൽ നല്ലൊരു പങ്കാണ് വഹിക്കാനുള്ളത്. ആദ്യം തന്നെ എന്താണ് സോനോബോയെ എന്ന് നോക്കാം. ബോയെ എന്നാൽ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആണ്. വിവിധ ഉപയോഗങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഇവ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. സോനോ എന്ന വാക്കിന്റെ അർത്ഥം സൗണ്ട് എന്നാണ്. സോനോബോയ് എന്നാൽ വെള്ളത്തിനടിയിലുള്ള ശബ്ദം തിരിച്ചറിയാനുള്ള ഒരു ഉപകരണമാണ്. ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ പതുങ്ങിക്കിടക്കുന്ന അന്തർവാഹിനികളെ വേഗത്തിൽ തിരിച്ചറിയാനും അത് തിരിച്ചറിഞ്ഞ് സിഗ്നലുകൾ നൽകാനും കഴിയും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് അന്തർവാഹിനികളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം ഇറക്കുമതി ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെയാണ് MH-60R ഹെലികോപ്റ്ററുകളുടെ രംഗപ്രവേശവും. ഇത്തരത്തിലുള്ള 24 ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ 6 എണ്ണം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. ബാക്കിയുള്ളവ 2025ഓടെ ഇന്ത്യൻ നേവിയുടെ ഭാഗമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവിധ തരം ആവശ്യങ്ങൾക്ക് ഇത്തരം ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാം. അതിൽ പ്രധാനമാണ് അന്തർവാഹിനികളെ നിരീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച സോനോബോയികൾ ഇതിൽ നിന്ന് തൊടുത്തുവിടാൻ കഴിയും. അതുപോലെ തന്നെ ഇവ നിരീക്ഷണത്തിനും സെർച്ച് ആൻഡ് റെസ്ക്യൂ മിഷൻസിനും ഉപയോഗിക്കാൻ കഴിയും. അത്യാധുനിക റഡാർ സംവിധാനം ഘടിപ്പിച്ചിട്ടുള്ള ഈ ഹെലികോപ്റ്ററുകൾ ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നവയുമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷതയാണ് ഇതിന്റെ ത്രെട്ട് ഡിറ്റക്ഷൻ കേപ്പബിലിറ്റി. അതായത് ശത്രുക്കളുടെ നിരീക്ഷണ വലയത്തിൽ പെടുമ്പോൾ തന്നെ ഇവ മുന്നറിയിപ്പുകൾ നൽകുന്നു. സീ ഹോക്ക് ഹെലികോപ്റ്ററുകൾ എന്നാണ് ഇവ സാധാരണയായി അറിയപ്പെടാറ്. ഇവയ്ക്ക് അത്യാധുനിക ഹെൽഫയർ മിസൈലുകളും മാർക്ക് 54 ടോർപിഡോകളും തൊടുത്തുവിടാനുള്ള ശേഷിയുമുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ഇവ അന്തർവാഹിനികൾക്കെതിരായ യുദ്ധത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ചൈനയുടെ ഭീഷണി അമേരിക്ക പോലും എത്ര ഗൗരവകരമായാണ് കാണുന്നത് എന്നത് ഈ ഒരു ആയുധ ഇടപാടിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാവും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാം എന്നുള്ള മോഹം ചൈനയ്ക്കിനി അത്ര എളുപ്പത്തിൽ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.